എക്സാം ആണെങ്കിലും നമുക്ക് വേണ്ടുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു 10 മണിക്കൂർ പഠിച്ചു, നാളെ ഒരു 2 മണിക്കൂർ പഠിച്ചു. ശരിക്കും അങ്ങനെയല്ല വേണ്ടുന്നത്. നമ്മൾ ഓരോ ദിവസവും ഇത്ര മണി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് ഓൺലൈൻ്റെ ഫീസ് സ്ട്രക്ചർ, ഓൺലൈൻ്റെ എത്ര ക്ലാസ് ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ എക്സാംസ് എന്നാണ്, നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം അവധിയുണ്ട്, ഒരു ദിവസം എത്ര ക്ലാസ് വരും, ആ ക്ലാസ്സിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഒട്ടുമിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയും. എപ്പോഴും ഇവിടെ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. ചില സമയത്ത് നമ്മൾ ഭയങ്കര ലോ ആയിട്ട് നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്ന സമയം കാണും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രീതിയിൽ ടെൻഷൻ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം, സമാധാനമായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരല്ലല്ലോ ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സമാധാനക്കേടുണ്ടല്ലോ. എക്സാമിനൊക്കെ ശരിക്കും എല്ലാവർക്കും തുടക്കത്തിൽ ആവേശത്തിൻ്റെ പുറത്ത് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏത് വീഡിയോസിലാണെങ്കിലും ഞാൻ അവിടെ ഇവിടെ ആയിട്ടാണ് ഓൺലൈൻ്റെ കാര്യങ്ങൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് ഓൺലൈൻ്റെ ഫീസ് സ്ട്രക്ചർ, ഓൺലൈൻ്റെ എത്ര ക്ലാസ് ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ എക്സാംസ് എന്നാണ്, നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം അവധിയുണ്ട്, ഒരു ദിവസം എത്ര ക്ലാസ് വരും, ആ ക്ലാസ്സിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഒട്ടുമിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പം നിങ്ങൾ ബ്രില്യൻ്റ് അല്ല, സൈലോ അല്ല, ഡോപ്പോ അല്ല, ഇനിയിപ്പോൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ഓഫ്ലൈനെ അപേക്ഷിക്കുമ്പോൾ ഓൺലൈനിൽ ഇത്തിരി കൂടെ നല്ല രീതിയിൽ ഫീസ് കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് ബ്രില്യൻറ്റിനെ എടുത്ത് പറയുവാണെങ്കിൽ അവിടെ ഓഫ്ലൈനിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 84,000 പ്ലസ് GST ആണ്. അതേസമയം ഓൺലൈനിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 29,000 പ്ലസ് GST ആണ്. പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്കിപ്പം ഞാൻ പറയട്ടെ, ബ്രില്യൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 92% മാർക്ക് വേണം. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് ചൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരു മാർക്ക് ക്രൈറ്റീരിയ ഇല്ല. ഏത് മാർക്ക് പെർസെൻറ്റേജ് ഉള്ളവർക്ക് വേണമെങ്കിലും ഓൺലൈൻ എടുക്കാം. പിന്നെ കോമൺ ആയിട്ട് വരുന്നത്, അതായത് ഓഫ്ലൈനിലും ഓൺലൈനിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉള്ളതാണ്. അതായത് നിങ്ങൾക്ക് 11ലും, ഇപ്പം നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് 11ലും 12ലും അതായത് PCB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 588 എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. 588 ആണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% സ്കോളർഷിപ്പ് കിട്ടും. ഇപ്പം നമ്മുടെ ഈ 29,000 പ്ലസ് GST ഒരു 34,000 ആണെന്ന് വെച്ചോ. 34,000 ഒരു 10% നിങ്ങൾക്ക് കുറച്ച് ബാക്കി അടച്ചാൽ മതി. അതായത് ആ ഒരു 10% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 3,400ഓളം വരത്തില്ലേ? അതിൻ്റെ ബാക്കി അടച്ചാൽ മതി നിങ്ങൾ ഫീസായിട്ട്. മനസ്സിലായോ? അപ്പം പിന്നെന്താ, അങ്ങനെ പിന്നെ 588 അങ്ങനെ. പിന്നെ ഓരോ മാർക്ക് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം സ്കോളർഷിപ്പിൻ്റെ പെർസെൻറ്റേജ് കൂടി വരും. ഇപ്പോൾ 600 ഉണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ തുച്ഛമായ പൈസ നിങ്ങൾക്ക് അടച്ചാൽ മതിയായിരിക്കും. പിന്നെ കുറച്ച് പേര് ചേച്ചി മറ്റേ ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് എടുക്കുമോ, അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പെർസെൻറ്റേജ്, അതായത് ഈ പറയുന്ന സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് കാണിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ വേറെ എന്താ, ഓൺലൈൻ്റെ ക്ലാസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, നിങ്ങൾക്ക് തുടക്കത്തിലെന്ന് പറയുമ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേ ഓഫ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ക്ലാസ് ഒന്നും കാണത്തില്ല. ഇതിപ്പോൾ നിങ്ങൾ ഓഫ്ലൈനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സാറ്റർഡേ ഉറപ്പായിട്ടും ക്ലാസ് കാണും, സൺഡേ ആയിരിക്കും നിങ്ങൾക്ക് ഓഫായിട്ടുള്ളത്. അപ്പം തുടക്കത്തിലെന്ന് പറയുമ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേ ക്ലാസ് കാണത്തില്ല. പിന്നെ തുടക്കത്തിൽ എല്ലാ ദിവസവും, അതായത് മൺഡേ ടു ഫ്രൈഡേ 2 ക്ലാസ്സസ് മാത്രമേ കാണത്തുള്ളൂ. അതായത് ചിലപ്പോൾ അത് ഇപ്പം ക്ലാസ് ഡ്യൂറേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് 2 മണിക്കൂറായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അതിനിടയ്ക്ക് ഓക്കെ അത് വരാം. ആദ്യത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ 8 to 10 ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 to 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 2 മണിക്കൂർ ഡ്യൂറേഷനിലാണ് ഒരു ക്ലാസ് നടക്കുന്നത്. പിന്നെ ഈ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുമായിരിക്കത്തില്ല. കുറച്ച് സാച്ചുറേറ്റഡ് ആകുമ്പോൾ അവർ നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്കൊക്കെ തരും. ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചില്ലാണ്. അവർ നല്ല ഇത്തിരി എൻജോയ് ഒക്കെ ചെയ്ത് കുറച്ച് നിങ്ങളെ ഒരു അങ്ങനെ ബോറടിപ്പിക്കാത്ത രീതിയിലൊക്കെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. നല്ല ക്ലാസ്സസ് ആണ് കേട്ടോ ഓൺലൈനിൽ. ഓഫ്ലൈനേക്കാളും നല്ല ക്ലാസ്സസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം അങ്ങനെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ 8 to 10 ആയാലും 1 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള 11 to 1 ആണെങ്കിലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചില ദിവസം അവർ ക്ലാസ്സസ് വെക്കാറുണ്ട്, ലൈവ് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഈ 8 to 10 നിങ്ങൾക്ക് ക്ലാസ്സില്ലേ, 2 മണിക്കൂർ ക്ലാസ്സില്ലേ, അത് കഴിഞ്ഞ് ഏകദേശം അന്നത്തെ ദിവസം തന്നെ ഒരു 11:30 ആകുമ്പോഴത്തേക്കും ഈ ലൈവ് സ്ട്രീം ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും.
മനസ്സിലായോ? അതെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ക്ലാസ് അല്ലേ, അത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 മണിക്കൂർ 40 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. കാരണം ഇവർ തരുന്ന ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്കിൻ്റെ പോർഷൻസ് അവർ കട്ട് ചെയ്ത് കളയും. പിന്നെ ടീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് പഠിത്തം അല്ലാതെ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് മൂഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സാധാ ടീച്ചേഴ്സ് ആണെങ്കിലും വേറെ എന്തെങ്കിലും സബ്ജക്റ്റിനെ പറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ പറയത്തില്ലേ, അതൊക്കെ അവർ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും റെക്കോർഡഡ് ക്ലാസ് വരുന്നത്. അപ്പോൾ അത് 1 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പോർഷൻസ് ഒക്കെ അറിയാം, നിങ്ങൾക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് ഒരു ബേസിനൊരു ക്ലാസ് കണ്ടാൽ മതി എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ഓക്കെ ആയിരിക്കും. ഇത്രയും കൂടെ സമയം കുറച്ച് മതിയല്ലോ, അത്രയും ടൈം അങ്ങനെ സമയം പോകുന്നവരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ ഗ്രാജുവലി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ 2 ക്ലാസ്സേ കാണത്തുള്ളൂ. അത് ചിലപ്പോൾ ഗ്രാജുവലി 3 ക്ലാസ് വീതം ആവാം. അതായത് 8 to 10 ഒരു ക്ലാസ്, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് 11 to 1 ഒരു ക്ലാസ്, അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 to 4 അടുത്ത ക്ലാസ്, അങ്ങനെ വരാം. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും 1.5 മണിക്കൂർ ഇടവിട്ടിട്ട് അവരത് റെക്കോർഡഡ് ക്ലാസ് ആക്കിയിട്ട് ഈ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവർ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. അതൊരു ടൈം ലിമിറ്റ് പറയും, അതിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് കൊറിയർ കിട്ടും. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ കൊറിയർ ഇനി കുറച്ച് നാൾ കൂടെ എടുക്കുമോ എന്നുള്ളൊരു വെപ്രാളം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രില്യൻറ്റിൽ നിങ്ങളുടെ ഒരു പേരൻറ്റോ നിങ്ങളും കൂടെ ചെന്ന് ഡയറക്റ്റായിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അവർ കൊറിയറായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ണൂരോ കോഴിക്കോടോ എവിടെയാണെങ്കിലും അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യമാട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നവർക്ക് വീക്ക്ലി എക്സാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആണ് കേട്ടോ. സൺഡേ ആണ് നമ്മുടെ നീറ്റിൻ്റെ സമയം പോലെ തന്നെ 2 to 4 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമായിട്ട് വരുന്നത്. അത് എന്താ ചിലപ്പോൾ ഇൻ കേസിൽ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരാം. പക്ഷേ എന്തൊക്കെ വ്യത്യാസം വന്നാലും എക്സാമും ഞായറാഴ്ച ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തൊക്കെ പറ്റിയാലും എന്തിടിഞ്ഞ് വീണാലും ആ ഒരു ദിവസം നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അതാണ് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അവരുടെ മെൻറ്റർഷിപ്പ് അടിപൊളിയാണ്, അവരുടെ എക്സാംസും അടിപൊളിയാണ്. മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരല്ലേ, ഇപ്പോൾ നമുക്ക് ചിലപ്പം ആദ്യം ഇപ്പം പഠിച്ചു തീർന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു എക്സാം എഴുതത്തില്ല. പക്ഷെ അതൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ ബ്രില്യൻറ്റിലെ സ്റ്റാഫുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. അത് ഞാനിനി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതുപോലെ നിങ്ങൾക്ക് സൺഡേ വീക്ക്ലി എക്സാം ഉണ്ട്. ഈ വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള, അതായത് ഒരു മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ 4 സൺഡേ വരും. ആ 4 സൺഡേ അതായത് 4 വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്സും ഓൾറെഡി നിങ്ങളുടെ ഇ ലേണിംഗ് ആപ്പിൽ അപ്ലോഡഡ് ആയിരിക്കും. ആ ഒരു മാസം ഫുള്ളുള്ള ഷെഡ്യൂൾ, അതായത് ഒരു മാസം ഇപ്പോൾ 1-ാം തീയതി നിങ്ങൾക്ക് 8 to 9 8 to 10 ഈ സബ്ജക്റ്റാണ്, അത് കഴിഞ്ഞിട്ട് ഈ സബ്ജക്റ്റാണ്, അത് ഇന്ന ആളാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ തരും. ഇൻ കേസ് ഇനി അതിനകത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, അതായത് ഈ ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പോൾ എന്ത് എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും എന്ത് അപ്ഡേറ്റ്സ് വന്നാലും ആ ഗ്രൂപ്പിൽ നിങ്ങളെ ടീച്ചർ ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു എക്സാം എഴുതിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ടീച്ചറിനെ ഡയറക്റ്റായിട്ട് വിളിച്ച് സംസാരിക്കുക. അവരെന്തായാലും നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വിളിക്കും. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു വീക്കിലി എക്സാമിൻ്റെ മാർക്ക് കുറവാണെങ്കിലും അവർ വിളിക്കും, നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിലും അവർ വിളിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞ പോലെ വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്സും ഒരു മാസത്തെ ഷെഡ്യൂളും ഓൾറെഡി ഇ ലേണിംഗ് ആപ്പിൽ അപ്ലോഡഡ് ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും ക്ലാസ് ടൈറ്റ് ആവും. നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പം 11th 12th 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് അവർ ഈ 1 വർഷം കൊണ്ട് നിങ്ങളിലേക്ക് കുത്തി നിറയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും അറിയാലോ, ആ 1 വർഷം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല നിങ്ങളെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുമുണ്ട്. അപ്പം അറിയാലോ നമുക്ക് ഇത്ര സമയമുള്ളൂ. അപ്പോൾ ഈ 2 ക്ലാസ് ഡെയിലി 2 ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പം 3 ക്ലാസ്സൊക്കെ വരെ ആയേക്കാം. പിന്നീട് ഈ 3 ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും 3 ക്ലാസ് ആയിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മൺഡേ 3 ക്ലാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂസ്ഡേ 2 ക്ലാസ്സേ കാണത്തുള്ളൂ. പിന്നെ വെനസ്ഡേ 3 ക്ലാസ് കാണും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 3-2 എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും. അങ്ങോട്ട് ചിലപ്പോൾ ടൈറ്റ് ആകുമ്പം ഡെയിലി എല്ലാ ദിവസവും 3 ക്ലാസ്സസ് വീതം വരുന്നതായിരിക്കും, നമുക്ക് അത്രത്തോളം പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന ഒരു 6000 പേരുണ്ടെന്ന് വെച്ചോ. ആ 6000 പേരും ചേർത്തിട്ടായിരിക്കും നിങ്ങളുടെ ലിസ്റ്റ് വരുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ഇത് വരുന്നത്. പിന്നെ ഈ നല്ല സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങളെ ഇതുപോലെ ബാച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും പേരുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാം 2 എക്സാമൊക്കെ സ്കിപ്പ് അടിക്കാനൊക്കെ തോന്നും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമുക്ക് വേണ്ടുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു 10 മണിക്കൂർ പഠിച്ചു, നാളെ ഒരു 2 മണിക്കൂർ പഠിച്ചു. ശരിക്കും അങ്ങനെയല്ല വേണ്ടുന്നത്. നമ്മൾ ഓരോ ദിവസവും ഇത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻകാരായാലും ഓഫ്ലൈൻകാരായാലും ഒരു സ്ലീപ്പ് ബ്രേക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കണം.
എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ഉറക്കം വരും, ആ മറ്റൊരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും എഴുന്നേക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു സ്ലീപ്പ് ബ്രേക്ക് ഷെഡ്യൂൾ നമ്മൾ ഗ്രാജുവലി, അതിപ്പോൾ ഇന്നൊരു ദിവസം അയ്യോ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ഗ്രാജുവലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തൊരു കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ചിലപ്പം ക്ഷീണം വരാം, കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഗ്രാജുവലി ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, എന്നും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്രമാത്രം വയ്യെങ്കിൽ പോലും എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉഴപ്പാനുള്ള സാഹചര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻകാർക്ക് അത് നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല പോയിന്റ് ഓഫ് വ്യൂവിലും അല്ലെങ്കിൽ ഒരു മോശം പോയിന്റ് ഓഫ് വ്യൂവിലും എടുക്കാം. നിങ്ങൾക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എന്താണ് തരുന്ന ടാബ് കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെങ്കിൽ മേടിക്കുക. അപ്പോൾ നമ്മുടെ വീടാണ്, നമുക്ക് ചിലപ്പോൾ ലാപ്ടോപ്പ് കാണും, ഫോൺ കാണും, അപ്പോൾ അതിനകത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ക്ലാസ്സസ് കാണാം. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പോർഷനിലെ ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ. മനസ്സിലായോ? അങ്ങനത്തെ പ്രയോജനമുണ്ട്. പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഒരു ടീനേജ് ആയതുകൊണ്ടും, ഇപ്പം ഞാനടക്കം ടീനേജാണ്, അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഷോർട്സ് കാണാനും ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് പോലും കാണുന്നത്, അതും എനിക്കറിയാം. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നമ്മളായിട്ട് തന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക, നല്ല രീതിയിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ വേറെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പിള്ളേർ പഠിക്കുന്ന കാണുമ്പോൾ ടെൻഷൻ കയറുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയ്യോ ഞാൻ ആ ഒരു കാറ്റഗറി അല്ല എന്നൊക്കെ തോന്നാം, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഉള്ളതാണ്. എത്ര പഠിക്കുന്ന പിള്ളേർക്ക് പോലും നമ്മൾ ചില സമയത്ത് നമ്മളെപ്പോഴും ഇവിടെ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. ചില സമയത്ത് നമ്മൾ ഭയങ്കര ലോ ആയിട്ട് നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്ന സമയം കാണും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രീതിയിൽ ടെൻഷൻ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം, സമാധാനമായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരല്ലല്ലോ ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സമാധാനക്കേടുണ്ടല്ലോ. ഇപ്പോൾ വീക്ക്ലി എക്സാമിനൊക്കെ മാർക്കൊക്കെ കുറയുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഈ പഠിക്കുന്ന എല്ലാം കൂടെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വട്ടാവുന്നൊരു സ്റ്റേജ് വരും. അപ്പോൾ വീട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളില്ല. അതായത് നമുക്ക് ബാക്കിയുള്ളവരെ പഠിക്കുന്ന കണ്ട് വട്ടാവേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ വീടാണ്, നമുക്ക് ഉറക്കെ പഠിക്കാം കാര്യങ്ങളുമൊക്കെ. പിന്നെ പരമാവധി ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ കൂടുതലും ഫംഗ്ഷൻസൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അപ്പുറത്ത് പോയി അങ്ങനത്തെ പരിപാടികളൊക്കെ കുറയ്ക്കുക. കാരണം നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഞാനിന്ന് 5 മണിക്കൂർ പഠിച്ച് അങ്ങനെ ഒരു ഇതായി പോകും. പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് 10 മണിക്കൂറും 12 മണിക്കൂറും പഠിക്കുന്നവരെ കാണുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത്രയൊന്നും പോരാന്നൊരു തോന്നൽ വരും. അപ്പം നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഹോസ്റ്റലിൽ തല എറിഞ്ഞ് കിടന്ന് പഠിക്കുന്ന ഒത്തിരി പേര് കാണും. അപ്പോൾ അതെപ്പോഴും ഒന്ന് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഓൺലൈനെ അപേക്ഷിക്കുമ്പോഴത്തേക്കേടാ ഇപ്പം നമുക്ക് ഇപ്പം വേറെ ഹോസ്റ്റലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ സമയത്ത് പോയി ഫുഡ് കഴിക്കുകയും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇപ്പോൾ എനിക്കും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വലിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കുമായിരിക്കും. ഇടയ്ക്കായിരിക്കും ഇപ്പം ഈ 12 to 1 ആയിരിക്കും ലഞ്ച് ബ്രേക്ക്. അന്നേരം നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നാളെടുക്കും ആ ഒരു ഇതിലോട്ട് വരാൻ. ഇപ്പോൾ വീട്ടിലോട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിച്ചിട്ട് പിന്നെ പോയി ഫുഡ് കഴിക്കാം. മനസ്സിലായോ? പിന്നെ നമുക്ക് ഇപ്പം നിങ്ങൾ കുളിച്ചില്ലെങ്കിലും ഒന്നും നമുക്ക് നമ്മൾ കുളിക്കാത്തത് കൊണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ ഇത്തിരി കുളവാക്കിയൊക്കെ ഇടാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നമ്മളിപ്പോൾ ഒരു നീറ്റ്നെസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഫഷന് വേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞതായി. ഇപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തായാലും വേറൊരാളെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പം അലാം വെക്കാം, എഴുന്നേക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ ഹാർട്ടുമായിട്ട് എത്ര ക്ലോസ് ആയിട്ടിരിക്കും നമ്മുടെ പേരൻസുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഇനിയിപ്പോൾ ഓൺലൈനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റേ മൈത്രി സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ഇത്തിരി ബാക്ക്വേർഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രില്യൻറ്റിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമൊക്കെ വരുന്നതായിരിക്കും. അതെന്തായാലും ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നത് ജെനുവിനാണോ എന്ന് അവർ അന്വേഷിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചാൽ മതി. പിന്നെ എനിക്കൊരു കുട്ടി യൂട്യൂബിൽ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് അവിടെ ഓഫ്ലൈനിൽ പോകുമ്പോൾ അത്യാവശ്യം സമയം പോകുന്നു. അതായത് ഹോസ്റ്റൽ ഇത്തിരി ദൂരോട്ടാണ്. അപ്പോൾ ബസ്സിൽ പോകുന്ന സമയം പോകുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഓഫ്ലൈനിൽ വരുന്ന ടീച്ചേഴ്സ് ഒന്ന് ഓണായിട്ട് അവരൊന്ന് ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. അവരൊന്ന് ഓണായിട്ട് വരുമ്പോൾ തന്നെ 30 മിനിറ്റ് പോവും അങ്ങനെയൊക്കെ. അപ്പോൾ ആൾക്ക് എന്തായാലും ഇത്രയും സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓൺലൈനിലോട്ട് മാറണം എന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തുടക്കത്തിൽ ആവേശം അത് ശരിക്കും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു തുടക്കത്തിൽ ആവേശത്തിൻ്റെ പുറത്ത് ഓഫ്ലൈൻ വേണ്ട ഓൺലൈൻ മതി അങ്ങനെ ഒന്നും ചൂസ് ചെയ്യാൻ വരട്ടെ. മനസ്സിലായോ? ഗ്രാജുവലി അത് നിങ്ങൾക്ക് ഇതായിക്കോളും. പിന്നെ കുറച്ച് പേരുണ്ട് ഈ തുടക്കത്തിൽ ആവേശത്തിന് എന്താണ്ടൊക്കെയോ കാണിക്കും. ഇനിയിപ്പം ഇനി വേറൊരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹോസ്റ്റലിലുള്ള പിള്ളേരെ കണ്ടിട്ട് അവൾക്ക് ടെൻഷൻ ആകുന്നെന്ന്. കാരണം അവർ വേറെ എന്താണ്ടൊക്കെയോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, വേറെ എന്താണ്ടൊക്കെയോ വലിയ കണക്കൊക്കെ എടുത്ത് ചെയ്യുന്നു. അങ്ങനെയുള്ളവർ നമ്മൾ മൈൻഡ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടത്. നിങ്ങളുടെ കാര്യം നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുക, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക എന്ന് നോക്കണ്ട. ഈ തുടക്കത്തിലൊരു ആവേശം കയറിയിട്ട് എന്ത് കാണിക്കണമെന്ന് അറിയാതെ അവർ എന്തൊക്കെയോ കാണിക്കുന്നതാണ്. അവർ തന്നെ അതൊന്നും
പോരാ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. എനിക്കായാലും എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സിനാണെങ്കിലും അങ്ങനത്തെ 100 കഥകളുണ്ട് പറയാൻ. അതായത് ഈ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ടെൻഷൻ കയറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് കാണിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട. ഇപ്പോൾ ഇൻ കേസ് അവർക്ക് വീക്കിലി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്കിലും മാത്രം ശ്രദ്ധിക്കുക. എങ്കിലും ശ്രദ്ധിക്കണം, അവരിലുള്ള ആ ഒരു നല്ല പോസിറ്റീവ്സ് മാത്രം കാണാൻ നോക്കുക. മനസ്സിലായോ? അവർ ചിലപ്പം ഒത്തിരി പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കാർഡ് കയറിയിട്ട് അവിടെ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതും കണ്ട ഗേറ്റിനകത്ത് കിടക്കുന്നതുമായിട്ടുള്ള ഔട്ടും കാര്യങ്ങളൊന്നും വായിച്ച് കയറ്റേണ്ട. നിങ്ങൾ അത്യാവശ്യം NCERT തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഔട്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ NCERT പഠിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും അവർ പഠിപ്പിക്കുന്ന കുറച്ച് ഔട്ടും കാര്യങ്ങളും കൂടെ ഒക്കെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള പിള്ളേർ ഇപ്പോൾ എന്ത് കാണിച്ചാലും തലകുത്തി നിന്നാലും നിങ്ങൾ അത് ശ്രദ്ധിക്കാനായിട്ട് പോകണ്ട. അങ്ങനെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരെ ഓർത്ത് ടെൻഷൻ അടിക്കാനേ കാണത്തുള്ളൂ സമയം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബാക്കിയുള്ളവർ അവരെന്തോ ചെയ്തോട്ടെ, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. നിങ്ങൾ നിങ്ങളുടെ രീതി ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കാണിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പഠിക്കുക. അവരെന്തോ ചെയ്തോട്ടെ. ഈ തുടക്കത്തിൽ ആവേശം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കേൾക്കുന്നവർക്ക് പോലും ഉള്ളതാണ്. ആ ഒരു ആവേശം കളയാതെ സൂക്ഷിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റേസിംഗ് ഹോഴ്സിനെ പോലെ പതുക്കെ തുടങ്ങി ഗ്രാജുവലി ഓടി കയറുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ തുടക്കത്തിൽ കിടന്ന് ഓടിയിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് അണച്ചിട്ട് പിന്നെ ഓടാനും വയ്യ, ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ 5 ദിവസത്തെ ജേണിയല്ല, 10 ദിവസത്തെ ജേണിയല്ല, ഒരു വർഷത്തേക്ക് നീണ്ട ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾ ഈ തുടക്കത്തിൽ ആവേശം കാണിച്ച് ആ ഒരു അവസാനം അടുക്കുമ്പോഴത്തേക്ക് കൊണ്ട് കളയാതെ ഗ്രാജുവലി ആ ഒരു ഇത് നിങ്ങൾക്കങ്ങ് വന്നോളും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇതിനെ അങ്ങ് ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നതിലും അപ്പുറമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കടാ. ഞാനിപ്പോൾ അഥവാ ഇൻ കേസ് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാനത് അന്വേഷിച്ചിട്ടായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ശരിയാടാ, ടാറ്റാ.